ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു അടിപൊളി കേക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെഡ്ഡിങ് കേക്കാണ്, 4 ടയർ കേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റാക്ക് ചെയ്യുന്നതും ഫ്രോസ്റ്റിങ്ങും എങ്ങനെ നമ്മൾ അത് സ്റ്റാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ആ ഒരു ലെയറിൽ കൊടുക്കുന്ന ആ ഒരു ഫ്രോസ്റ്റിങ് എങ്ങനെയാണെന്നുള്ളതും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് 4 ടയർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഞാൻ ഫസ്റ്റായിട്ട് നമ്മൾ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 9 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഏറ്റവും താഴെയുള്ള ടയറൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള ടയർ 9 ഇഞ്ചിൽ 2 മോൾഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിൽ തന്നെ നമ്മളുടെ ലെയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം സാധാരണ 1 കിലോ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഞാനിതൊരു എക്സ്ട്രാ ഒരെണ്ണം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മൈദയൊക്കെ നമ്മൾ സാധാരണ അളവിൽ തന്നെ എടുത്തിരിക്കുന്നു. പക്ഷേ എഗ്ഗ് ഒരെണ്ണം എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മളുടെ സ്പഞ്ച് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലാതെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഹാർഡായിട്ടിരിക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നതിന് നമ്മൾ ഒരിക്കലും വെറ്റ് ചെയ്യരുത്. കാരണം ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഒരു 5 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ മേളിലേക്ക് ഇത്രയും ടയർ വരുമ്പോൾ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ സെക്കൻഡ് ടയർ ഞാൻ 7 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. ആ 7 ഇഞ്ചിൻ്റെ ബോർഡ് എടുത്തിട്ട് ഇതേപോലെ 3 ഹോൾ ഇട്ടിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ ബോർഡ് എടുത്തിട്ട് ആ 7 ഇഞ്ചിൻ്റെ ബോർഡിൽ നമ്മൾ സ്പഞ്ച് റെഡിയാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 9 ഇഞ്ചിൻ്റെ ബോർഡിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ കേക്ക് നമ്മൾ 9 ഇഞ്ചിൻ്റെ ബോർഡിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് 7 ഇഞ്ചിൻ്റെ ബോർഡ് തന്നെ നമ്മൾ താഴെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അത് ടയർ ചെയ്യാൻ വേണ്ടി എല്ലാത്തിൻ്റെ താഴെ ഞാൻ ബോർഡ് അതിൻ്റേതായ ഇപ്പോൾ 5 ഇഞ്ചിൻ്റെ ആണെങ്കിലും 5 ഇഞ്ചിൻ്റെ ബോർഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒരു 3.5 ഇഞ്ചിൻ്റെ അതാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതിൻ്റെ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ടയർ ചെയ്ത് വെക്കാനായിട്ട് വളരെ ഈസിയാണ്. തെന്നിപ്പോവുകയൊന്നും ചെയ്യില്ല. അതൊരു ടിപ്പാണ്. നമ്മളങ്ങനെ ബോർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ നടുക്ക് ഞാൻ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിലൂടെ നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നടുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഡൗവൽസാണ്. അപ്പോൾ സൈഡിലൊക്കെ ചെയ്യുന്നത് വുഡൻ സ്റ്റിക്കും അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള ഹോൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഫ്രോസ്റ്റിങ് ചെയ്യണത്. അപ്പോൾ എല്ലാത്തിൻ്റെയും താഴെ അതിൻ്റെ കറക്റ്റ് അളവിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷനില്ലാതെ നമുക്ക് എടുത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ചരിഞ്ഞൊന്നും പോവുകയുമില്ല. എന്നിട്ട് ഇതേപോലെ ഒരുപാട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളിതേപോലെ ചെയ്യുക. പക്ഷേ ടേസ്റ്റിന് ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഇത് വാനില കേക്ക് ആയതുകൊണ്ട് അതിനകത്ത് കുറേ ലെയറിൽ കൊടുക്കാനൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് കസ്റ്റമർ പറയുകയും ചെയ്തു. കേക്കിന് കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിലുള്ളത് അതും നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു കളറ് അടിപൊളി കളറായിരുന്നു ഇതിൻ്റെ. അത് ഞങ്ങൾ ഫസ്റ്റ് മജന്ത കളറാണെന്ന് വിചാരിച്ചെങ്കിൽ ആ ഒരു മജന്ത കളറല്ല, അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. ആ ഒരു കളറിൻ്റെ ബോട്ടിലിൽ എഴുതിയിരിക്കുന്നത് ഫത്സിയ എന്നുള്ളൊരു പേരായിരുന്നു. അപ്പോൾ ആ ഒരു കളറാണിത്. അപ്പോൾ അടിപൊളി, അതായത് നമ്മളുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആ ഒരു ഡ്രസ്സിൻ്റെ കളറാണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഡാർക്ക് കളറാണ്. ഇതിനകത്ത് ഏറ്റവും ഡാർക്ക് നമ്മൾ എത്ര ഇട്ടാലും ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഡാർക്ക് കളർ നമ്മൾ മാക്സിമം ഇട്ടതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ലൈറ്റായിട്ട് മേളിലേക്ക് പോകുന്നത്. ഏറ്റവും മേളിൽ ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഒരു സ്കിൻ കളർ വരുന്ന രീതിയിൽ ഏറ്റവും മേളിൽ വരുന്നത്. അങ്ങനെ പോകുന്നൊരു കളറായിരുന്നു. അടിപൊളി കളറായിരുന്നു. അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും അവരുടെ ഡ്രസ്സാണെങ്കിലും ഈ ഒരു കളറായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു കളറായിരുന്നു. നമുക്കിത് കളർ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഞാൻ. എങ്കിലും നമ്മൾ കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഫത്സിയ എന്നുള്ള ആ ഒരു പേരാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത് കളറിൽ. എന്നിട്ട് ഇതിനെ എല്ലാത്തിനും ഫ്രോസ്റ്റിങ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡാർക്ക് കളർ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വൈറ്റ്, അതായത് വൈറ്റ് ക്രീം മിക്സ് ചെയ്ത് ലൈറ്റാക്കി ഓരോ ടയറും അങ്ങനെ ലൈറ്റാക്കി കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്ത് അത് നല്ലൊരു തിക്കായിട്ട് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുക. ഫൈനൽ കോട്ട് കൊടുക്കുക. ഉള്ളിലധികം ക്രീമില്ലാത്ത രീതിയിൽ പുറമേ നന്നായിട്ട് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കണം. ഇതിനകത്തിപ്പോൾ നമ്മൾ ഫ്ലവറാണ് വരുന്നത് കൂടുതലായിട്ട്. എങ്കിലും ആ ഒരു ഫിനിഷിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലവർ വയ്ക്കുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കണ്ടത്. ഇത് ഏറ്റവും മേളത്തെ ടയറാണ്. അടിപൊളി കളറല്ലേ,
കാണാനായിട്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മളുടെ ഡൗവൽസ്. അപ്പോൾ താഴത്തെ ടയറാണിത്. അപ്പോൾ ഈ ഒരു വലിയ ഡൗവൽസാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. 6 ഡൗവൽസാണ് താഴെ വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്തെടുക്കുക അളവ് നോക്കിയിട്ട്. അതായത് നമ്മൾ 7 ഇഞ്ചിൻ്റെ മോൾഡ് നമ്മൾ അതിൻ്റെ മേളിൽ നടുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിന് ആ ലൈനിൻ്റെ ഉള്ളിലായിട്ടാണ്, ആ ലൈൻ എടുത്ത് കാണിക്കുന്നുണ്ട്, ലൈനിൻ്റെ ഉള്ളിലായിട്ടാണ് ഡൗവൽസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 6 എണ്ണം നമ്മൾ ചുറ്റുമായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരുപാട് നടുക്കല്ല, കുറച്ചും കൂടി ഉള്ളിലേക്കായിട്ട് 3 എണ്ണം വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ താഴത്തെ കേക്കിന് യാതൊരു ഡാമേജും വരാൻ ചാൻസില്ല, എത്ര ടയർ മേളിൽ വന്നാലും ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തെന്നാൽ. പിന്നെ ഇത് സെക്കൻഡ് ടയറാണ്. ഈ സെക്കൻഡ് ടയറിൽ നമ്മൾ 3 ഹോള് നമ്മൾ ആ ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ 2 സൈഡിലും ടൂത്ത് പിക്കാണ്, അതായത് വുഡൻ സ്റ്റിക്കാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു അളവിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്റ്റിക്ക് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് 7 ഇഞ്ചിൻ്റെ ആ ഒരു ടയറിലേക്ക് വെച്ചിട്ട് അളവെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മുടെ ഡൗവൽസ് വെച്ച് കൊടുത്തു. പിന്നെ ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടാണ് സ്റ്റേജിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് കൊണ്ടുപോയിരുന്നു. അത് നമുക്ക് ടെൻഷൻ വേണ്ട, ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോയെന്നാൽ അപ്പോൾ അത് ചരിയോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അതേപോലെ നമ്മൾ ആ ചെറിയ വുഡൻ സ്റ്റിക്ക് മാറ്റിയിട്ട് വലിയ കട്ടിയുള്ള വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ 2 സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ നടുക്കുന്ന 3ാമത്തെ ടയർ വെക്കുമ്പോഴേക്കും അത് ഡൗവൽസ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 3 ടയറും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട, തട്ടി മുട്ടി എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പിന്നെ തട്ടിമുട്ടിയും പോയ ആ ക്രീമൊക്കെ ഇവിടുന്ന് ക്രീം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഡാർക്ക് കളറും വൈറ്റ് കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് നമ്മളവിടെ ഓരോ കളറിനനുസരിച്ച് പോയ സ്ഥലത്തൊക്കെ ക്രീമൊക്കെ ചെയ്ത് കൊടുത്തു. ഏറ്റവും മേളിലുള്ള ടയറും വെച്ചു. പിന്നെ ഇതേപോലെ അടിപൊളി ഫ്ലവറായിരുന്നു. താഴത്തെ കളർ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിനകത്ത് ഗോൾഡൻ ഫ്ലേക്സും എല്ലാം വെച്ചിട്ട് സൂപ്പറായിരുന്നു. കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തെന്നാൽ നമുക്ക് 4 ടയറല്ല, എത്ര ടയർ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഫോളോ ചെയ്തെന്നാൽ സ്പഞ്ച് ഉണ്ടാക്കുന്നതാണെങ്കിലും ആ ടയർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഡൗവൽസൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നതും എല്ലാം ഫ്രോസ്റ്റിങ്ങും എല്ലാം ഇതേപോലെ ചെയ്തെന്നാൽ നമുക്ക് ടെൻഷൻ കൂടാതെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.